കെ-സ്മാർട്ട് ആപ്പിന് സ്വീകാര്യതയേറുന്നു. വീഡിയോ കോൾ വഴി രജിസ്റ്റർ ചെയ്തത് 516 വിവാഹങ്ങൾ. ഏപ്രിൽ 1 മുതൽ പഞ്ചായത്തുകളിലേക്ക് കെ-സ്മാർട്ട് വ്യാപിപ്പിക്കും. പദ്ധതികളുമായി സഹകരിക്കാൻ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ സന്നദ്ധത അറിയിച്ചുവെന്ന് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാകുന്ന കെ-സ്മാർട്ട് ആപ്പിന് സ്വീകാര്യത ഏറുകയാണ്. ഏപ്രിൽ 1 മുതൽ പഞ്ചായത്തുകളിലേക്കും കെ-സ്മാർട്ട് വ്യാപിപ്പിക്കും. 71,554 ഫയൽ ഈ 23 ദിവസത്തിനിടയിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 33,683 ഫയൽ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു. 24 മണിക്കൂറിനകം ക്ലോസ് ചെയ്ത ഫയലുകളുടെ എണ്ണം 20,166. അപ്പോൾ വേഗത്തിൽ സേവനം നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് കെ-സ്മാർട്ടിൻ്റെ ഇതുവരെയുള്ള അനുഭവം കാണിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ സംസ്ഥാനങ്ങൾ കെ-സ്മാർട്ടിനെ കുറിച്ച് മനസ്സിലാക്കാനും കെ-സ്മാർട്ട് നടപ്പിലാക്കുന്നതിനുള്ള താല്പര്യമറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. 516 വീഡിയോ KYC വഴിയുള്ള വിവാഹ രജിസ്ട്രേഷനുകൾ നടന്നിട്ടുണ്ട്. അതായത് വധുവും വരനും വ്യത്യസ്ത സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് വീഡിയോ കോൾ വഴി വിവാഹം രജിസ്റ്റർ ചെയ്ത് 516 കേസുകൾ ഇതുവരെ നടന്നിട്ടുണ്ട്. ഒന്ന് ആദ്യത്തെ രജിസ്ട്രേഷനാണെന്ന് തോന്നുന്നു. മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നിരുന്നു. വരൻ കാനഡയിലും വധു വയനാട്ടിലും. കെ-സ്മാർട്ടിനെ കുറിച്ചും പുതിയ പദ്ധതികളെക്കുറിച്ചും അറിയാൻ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ മന്ത്രി എം.പി. രാജേഷിനെ കണ്ടു. പദ്ധതികളുമായി സഹകരിക്കാൻ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ സന്നദ്ധത അറിയിച്ചെന്ന് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനിധി ഇവിടെ വന്നത് ഐക്യവുമായിട്ട് ചർച്ചകൾ നടത്തി. അദ്ദേഹം എന്നെയും കണ്ടിരുന്നു. യൂറോപ്യൻ യൂണിയൻ കേരളവുമായും ഐക്യവുമായിട്ടും സഹകരിക്കാനുള്ള സന്നദ്ധത അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.